Hi everyone, I am Abhijit. Welcome to my channel, The Unprofessional Artist. ഞാൻ സെൽഫ് സ്റ്റോട്ടായിട്ട് ആർട്ട് പഠിക്കുന്ന ഒരു ആർട്ട് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ പഠിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ വീഡിയോസിൽ കൂടെ ഞാൻ പറയുന്നത്. ഞാൻ മോസ്റ്റ്ലി വരയ്ക്കുന്നത് ഡിജിറ്റലായിട്ടാണ്. എന്നാൽ കൂടി ഡിജിറ്റൽ ആർട്ടിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഒരു ട്രഡീഷണൽ ആർട്ട് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ സ്കൾപ്റ്റിങ് ചെയ്യുന്ന ആണെങ്കിലും അല്ലെങ്കിൽ ആർട്ട് റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആർട്ട് ഫണ്ടമെന്റൽസ് ആണ് ഞാൻ പറയുന്നത്. ഇൻ ദിസ് വീഡിയോ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് balls. Two of them exactly. Eyeballs. സോ ഞാൻ പറയാൻ പോകുന്നത് ഐസിൻ്റെ അനാട്ടമിയെ പറ്റിയാണ്. എങ്ങനെ അത് സിമ്പിളായിട്ട് പഠിക്കുക, അതെങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ, സോ ദാറ്റ് യു ക്യാൻ ഇംപ്രൂവ് യുവർ ഡ്രോയിങ്. സോ എല്ലാവരും ബുക്കും പേനയും എല്ലാം എടുത്ത് പ്രിപ്പയർ ആയിക്കോളും, നമുക്ക് വീഡിയോ ആരംഭിക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസ് ഇസ് ദിസ് ബോൾ, ഓക്കെ, ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ദിസ് മച്ച് ഇൻഫോർമേഷൻ. പക്ഷെ നമുക്കിത് മൊത്തം വേണ്ട. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് കാണുന്ന ഭാഗങ്ങളാണ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഐസ് എ ബോൾ, അതായത് ആ ഒരു ബോളാണ്. ബോൾ മീൻസ് സ്പിയർ, ഓക്കെ. ജസ്റ്റ് ഒരു സർക്കിൾ അല്ല, ഇത് സ്പിയർ ആണ്. ഇതിന് വോളിയുണ്ട്. അതായത് ഇപ്പം മേളിലോട്ട് നോക്കുന്നൊരു കൈയാണെങ്കിൽ ഇങ്ങനെ, താഴോട്ട് നോക്കുന്നൊരു കൈയാണെങ്കിൽ ഇങ്ങനെ, ഇതൊരു വോളിയുണ്ട്. ജസ്റ്റ് ഒരു സർക്കിൾ അല്ല, അതൊരു സ്പിയർ ആണ്, ഒരു ബോൾ പോലെ. ഇതിനകത്ത് നമ്മൾ വിസിബിൾ സൈഡിൽ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂപ്പിൾ ആൻഡ് ഐറിസ്, ഓക്കെ. ഐറിസ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ട്, പിന്നെ ഉള്ളത് പ്യൂപ്പിൾ, ദിസ് പാർട്ട്. ഇത് വെട്ടം വരുന്ന അനുസരിച്ച് ഈ പാർട്ട്, അതായത് ഈ പ്യൂപ്പിൾ എന്ന് പറഞ്ഞ ഈ പാർട്ട് ഡയലേറ്റ് ചെയ്യും, കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും, ഓക്കെ. അപ്പം ഇതാണ് ബേസിക്കലി ഒരു ഐ എന്ന് പറയുന്നത്, അതായത് ഐ ബോൾ എന്ന് പറയുന്നത്. ലുക്സ് ലൈക്ക് ദിസ്, ഓക്കെ. അതായത് ഇപ്പം സൈഡിൽ നിന്നാണ് നമ്മളൊരു ഐ കാണുന്നതെങ്കിൽ അതിൻ്റെ ആ പ്യൂപ്പിളിൻ്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ ഐറിസിൻ്റെ ആ പാർട്ട് വെളിയിലോട്ട് തള്ളിയാണ് നിൽക്കുന്നത്, ഓക്കെ. നേരെ നോക്കുമ്പോൾ അത് അറിയത്തില്ല, ബട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. അതായത് അത് നമ്മുടെ ഈ ബോളിനകത്തുനിന്ന് ഒരു ചെറിയൊരു ബൾജ് ചെയ്താണ് നിൽക്കുന്നത്. വളരെ സിമ്പിളാണ്, ഓക്കെ. ഐ ബോൾ, ഐറിസ്. ബട്ട് ഇതിന് എന്താണ് കോംപ്ലക്സ് ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഐലിഡ്സ് ആണ്. ജസ്റ്റ് ഒരു ബോൾ ആയിരിക്കുന്ന ഇതിനെ വരയ്ക്കാൻ ഏറ്റവും പാടുള്ള ഭാഗമാക്കി പറ്റുന്നത് അതിൻ്റെ ഐലിഡ്സ് ആണ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഐലിഡ്സ്. ഇതിപ്പോൾ ഐബോൾ ആണെങ്കിലും ഐലിഡ്സ് എന്ന് പറയുന്നത് ഇതിനെ റാപ്പ്, അതായത് ഇതിനെ ചുറ്റിയാണ് ഇരിക്കുന്നത്, അതായത് ഇതിനെ റാപ്പ് അറൗണ്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ മണ്ടയിൽ കൂടെ, ഓക്കെ. ഇങ്ങനെ, അതായത് ഇതൊരു ബോളാണ്, അതിൻ്റെ മണ്ടയിൽ കൂടെ കവർ ചെയ്താണ് ഐലിഡ്സ് ഇരിക്കുന്നത്. നെക്സ്റ്റ് തിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐലിഡ്സിന് തിക്നെസ് ഉണ്ട്. റാപ്പ് അറൗണ്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ നോക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. അതായത് ഇങ്ങനെ വരച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചു പോവല്ല, അതിനെ ചുറ്റിയാണ് പോകുന്നതെന്ന് നമ്മൾ ഡ്രോയിങ് കൂടെ കാണിക്കണം, ഓക്കെ. ഇവിടെ നിന്നാണേലും ഇതിനെ റാപ്പ് അറൗണ്ട്, അതായത് ഇതിന് ചുറ്റുമാണ് പോകുന്നത്. ഐബോൾ ഒരു സ്ഫെറിക്കലാണെന്നുള്ളത് നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിലൂടെ കൺവേ ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ മറ്റൊരു കാര്യം, ടോപ്പ് പാർട്ട് ബോട്ടം പാർട്ടിനേക്കാളും എക്സ്ട്രൂഡ് ചെയ്തായിരിക്കും നിൽക്കുന്നത്, അതായത് വെളിയിലോട്ട് തള്ളിയായിരിക്കുന്നത്. കാരണം ഇത് തള്ളിയിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീഴോട്ടുള്ള എല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോപ്പർ ഐലിഡ്സ് താഴെയുള്ള ഐലിഡിനേക്കാളും പിന്നെ ബേസിക്കലി ഐബോളിനേക്കാളും വെളിയിലോട്ട് തള്ളിയിരിക്കുന്നത്. അടുത്തത് അറിഞ്ഞിരിക്കേണ്ടത് ഐലിഡ് ഹാസ്, അതായത് ടോപ്പർ ഐലിഡ് ഹാസ് ത്രീ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലെയിൻ, ഇതൊരു പ്ലെയിൻ, ഇതൊരു പ്ലെയിൻ. ഇപ്പം ലോവർ ആയിട്ടുള്ള ഐലിഡ്സ് ഹാസ് ടു പ്ലെയിൻസ്, ഈ ഒരു പ്ലെയിൻ, ഈ ഒരു പ്ലെയിൻ, ഓക്കെ. അത് നമ്മൾ വരയ്ക്കുമ്പം അത് വ്യക്തമാക്കണം. പിന്നെ നമ്മളൊരു സ്റ്റൈലൈസ് ചെയ്ത് വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ അതിനകത്ത് നമുക്ക് കുറേ ട്വീക്കൊക്കെ നടത്താം. അപ്പോൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കുന്നത്, അതായത് ഇതിന് 3 പ്ലെയിൻ ഉണ്ട്, കൂടാതെ തിക്നെസ് ഉണ്ട്. മേലത്തെ പാർട്ടിൻ്റെ തിക്നെസ് എപ്പോഴും കാണാൻ പറ്റിയെന്ന് വരില്ല, കാരണം നമ്മൾ നോക്കുന്ന സ്ട്രെയിറ്റ് ആണ്, അപ്പോൾ എപ്പോഴും കാണാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് ദിസ് ഈസ് എ ബോൾ ആൻഡ് ദിസ് പാർട്ട് ഹാസ് തിക്നെസ്. അതായത് ഇവിടെ 3 പ്ലെയിൻ, ഇവിടെ 2 പ്ലെയിൻ, ഏറെക്കുറെ ഈ ഒരു ഷേപ്പിൽ, അതായത് ഇങ്ങനൊരു ഷേപ്പിലാണ് ഐസ് ഇരിക്കുന്നത്, ഓക്കെ. പിന്നെ വരുന്നത് ഈ പാർട്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞല്ലോ. അത് പിന്നെ അതുപോലെ വേറെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്യൂപ്പിൾ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ടോപ്പർ പാർട്ട് അതിനെ കവർ ചെയ്യുന്നുണ്ട്. അതായത് ടോപ്പർ ഐലിഡ് പ്യൂപ്പിളിനെ കുറച്ച് ഭാഗം കവർ ചെയ്താണ് നോർമലി ഇരിക്കുന്നത്. അതായത് നമ്മളിപ്പം ഒരാളെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ നോർമലായിട്ട് നേരെ നിൽക്കുന്ന ടൈമിൽ നോക്കുകയാണെങ്കിൽ അയാളുടെ പ്യൂപ്പിളിൻ്റെ മേൽഭാഗത്തിൻ്റെ ഒരു കുറച്ച് പോർഷൻ ടോപ്പർ ഐലിഡ് കവർ ചെയ്യും. നോക്കുന്ന ആ ലുക്കിൻ്റെ ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് അതിലും മാറ്റം വരും. കാരണം ഇങ്ങനെ താഴോട്ടാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ടോപ്പ് പാർട്ട് കാണാൻ പറ്റും, ബട്ട് പ്യൂപ്പിൾ അല്ല, സോറി, ഐറിസ്, മൈ മിസ്റ്റേക്ക്. കൃഷ്ണമണിയുടെ മേൽഭാഗം കാണാൻ പറ്റും, താഴ്ഭാഗം കവറാവും. അതായത് നേരെയാണെങ്കിൽ നോർമലായിട്ട് ഇരിക്കുന്ന ടൈമിൽ മേൽഭാഗം കവറാവും, ബോട്ടം പാർട്ട് ചിലരുടെ കാണാം, ചിലരുടെയും ശകലം കവർ ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ദ നെക്സ്റ്റ് തിങ് മേക്സ് ദ ഐ കോംപ്ലക്സ് ഈസ് ഐ ലാഷസ്, ഓക്കെ. സോ ടോക്ക് അബൌട്ട് ഐ ലാഷസ്. കൺപീലികൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഓരോന്നായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല ഈ ഐലാഷ്. ദേ മോസ്റ്റ്ലി ഗ്രൂപ്പ് ടുഗെദർ. ഐലാഷസ് നമ്മൾ വരയ്ക്കുമ്പോൾ
ഗ്രൂപ്പ് ചെയ്ത് വരയ്ക്കുക, സ്റ്റിക്ക് ഔട്ട് ചെയ്യുന്ന നിൽക്കുന്ന പോലെ. അങ്ങനെയാണ് ഐലാഷസ് ഇരിക്കുന്നത്. ഓക്കെ, അതായത് കൺപീലുകൾ വരയ്ക്കുമ്പോൾ ദേ മോസ്റ്റ്ലി ഗ്രൂപ്പ് ടുഗെദർ. ഇപ്പോൾ താഴ്ഭാഗത്താണേലും ഇങ്ങനെ ഐലാഷസ് വരയ്ക്കുമ്പോൾ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടും. ഐബ്രോസ് കൂടി പറയാം. അതായത് ഐബ്രോസ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ മേളിലായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു സ്കള്ളിൻ്റെ എവിടെയാണ് സ്കള്ളിൽ ഇങ്ങനെ ഐ സോക്കറ്റിൻ്റെ പ്ലേസ്മെൻറ്റിനെ കുറിച്ച്. അപ്പം ഐബ്രോസ് വരുന്നതെന്ന് പറഞ്ഞാൽ സോക്കറ്റിൻ്റെ ഏറെക്കുറെ ഒരു താഴെ ഭാഗത്തും തുടങ്ങി അതിൻ്റെ മണ്ടയിൽ കൂടെ കവർ ചെയ്ത് മേളിലോട്ടാണ് പോകുന്നത്. ലൈക്ക് ദിസ്. ഇതിപ്പോൾ ഐ സോക്കറ്റ് ആണെങ്കിൽ ഐ സോക്കറ്റിനകത്ത് ഐസ് ഇരിക്കുന്നു. അപ്പം അതിൻ്റെ ഈ താഴെ ഭാഗത്തുനിന്ന് തുടങ്ങി ഇവിടുന്ന് കവർ ചെയ്ത് ഇവിടെ ഒരു ബമ്പുണ്ട്, ആ ബമ്പിൻ്റെ മണ്ടയിൽ കൂടെ കയറി ഈ സൈഡിലോട്ട് കയറിയാണ് ഐബ്രോസ് ഇരിക്കുന്നത്. ദെൻ ഐ എം ഗിവിങ് യു എ സ്പെഷ്യൽ ടിപ്പ്. അതായത് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ഐ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണിലോട്ട് ലൈറ്റ് അടിക്കുമ്പോൾ അവിടെ ഒരു ഹൈലൈറ്റ് ഉണ്ടാകുന്നുണ്ട്. ഹൈലൈറ്റ് കൂടുന്നത് മാത്രമല്ലാതെ അതിനകത്തൊരു ഷാഡോയും ഒരു ലൈറ്റ് വന്ന് വീഴുന്ന ഒരു പോർഷനുണ്ട്. അത് വരച്ച് കഴിയുമ്പോൾ അതിനൊരു റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നുന്നു. ലുക്ക് അറ്റ് ദിസ്. അതായത് അകലെ നോക്കുമ്പോൾ മനസ്സിലാവും. കാരണം ലൈറ്റ് ഈ ഡയറക്ഷനിലാണ് വരുന്നത്. ലൈറ്റ് ഈ ഡയറക്ഷനിൽ വരുന്നതുകൊണ്ടാണ് ഇവിടെ ഹൈലൈറ്റ് വന്നു. ബട്ട് ഈ പോർഷൻ അതായത് ഐറിസിൻ്റെ ഈ പോർഷൻ ഒരു പുഴിവാണ്, ഒരു ചെറിയൊരു പാത്രം പോലെ, ഇങ്ങനൊരു ബേസൻ പോലത്തെ ഒരു ഷേപ്പാണ്. സോ ഇവിടെ നിന്ന് ഇത്രയും ഈ പാർട്ടിലോട്ട് വെട്ടം വരില്ല. ബട്ട് ഐറിസിൻ്റെ താഴെ ഭാഗത്തോട്ട് വെട്ടം വരും. അതുകൊണ്ട് ഈ ഒരു പോർഷൻ അത് എപ്പോഴും ഷാഡോ ആയിരിക്കും. ഈ ഒരു പോർഷൻ ലൈറ്റ് ഇലിമിനേറ്റ് ചെയ്യും. അതിപ്പം ലൈറ്റ് വരുന്ന ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് മാറ്റാം. ഫോർ എക്സാമ്പിൾ ഇതൊരു കണ്ണാണ്, ഇത് ഐറിസ്, കൺമണി, കൃഷ്ണമണി. ദെൻ യു ഹാവ് പീപ്പിൾ. ഓക്കെ, താഴെ നിന്നാണ് വെട്ടം അടിക്കുന്നതെങ്കിൽ ഈ ഒരു പാർട്ടിൽ അതിൻ്റെ ഹൈലൈറ്റ് ആയിരിക്കും. പിന്നെ ഇതാണ് ഇതിൻ്റെ ലോക്കൽ കളർ എന്ന് വെച്ചോ ഐറിസിൻ്റെ. This part will be shadow. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ റിയലിസം നമുക്കത് കാണാനായിട്ട് പറ്റും. ഒരു കണ്ണ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ബട്ട് ദ റിയൽ ചലഞ്ച് ഈസ് ഡ്രോയിങ് ബോത്ത് ഓഫ് ദ. ഒരു കണ്ണ് നല്ല സൂപ്പറായിട്ട് വരച്ചിട്ട് അപ്പുറത്തെ കണ്ണ് കിടക്കാച്ചയായിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല. മോസ്റ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. സോ അത് പ്രാക്ടീസ് ചെയ്ത് നേടിയെടുക്കുന്നൊരു കാര്യമാണ്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ള കണ്ണിനെ പറ്റി. ഇപ്പോൾ ഒരു കണ്ണ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അത് ഡിഫറെൻറ്റ് ആംഗിളിൽ നമ്മൾ കണ്ണ് കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഇപ്പം ഒരു ഹെഡിൻ്റെ ഒരു മോഡൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഐ സിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്ട്രെയിറ്റ് ആയിരിക്കില്ല. അതായത് ഇവിടെ ഒരു ഐബോൾ വന്നെങ്കിൽ അത് നേരെ ആയിരിക്കില്ല അടുത്ത ഐബോൾ വരുന്നത്. അല്ലെങ്കിൽ ഇവിടാണ് ഒരു ഐബോൾ ഇരിക്കുന്നതെങ്കിൽ നേരെ ആയിരിക്കില്ല. കാരണം അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഒരു കൈ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനല്ല. അതിന് പറഞ്ഞാൽ ഹെഡിൻ്റെ സർക്കംഫറൻസിനെ പറ്റിയാണ് അതിരിക്കുന്നത്. അതായത് തല ഒരു റൗണ്ടായിട്ടുള്ളൊരു തിങ്ങാണ്. അപ്പം ഇതിൻ്റെ ഈ രീതിയിലാണ് ഇരിക്കുന്നത്. അതായത് കണ്ണ് ഇതിവിടാണ്, ഇത് ഇച്ചിരി അകത്തോട്ട് കയറി അവിടെ നിന്ന് ഇങ്ങനെ വന്നു ഈ ഒരു ലൈനെ ഫോളോ ചെയ്താണ് നമ്മൾ ഐ വരയ്ക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, ഈ ഒരു ലൈനെ ബന്ധിച്ചിരിക്കുക, അല്ലാതെ ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പാർട്ടിലായിരിക്കില്ല ഐ ഇരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. ഐ തിങ്ക് ഇറ്റ്സ് എ ഷോർട്ട് വീഡിയോ. മേ ബി ഇനിയുള്ള ഷോർട്ട് വീഡിയോയിലെല്ലാം കുറച്ച് മോട്ടിവേഷനിലൂടെ തള്ളിക്കയറ്റി ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഇറക്കാം. ഐ വിൽ ട്രൈ. ഇനി അടുത്ത വീഡിയോ തൊട്ടാട്ടെ. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഒരു ഐസ് വരയ്ക്കേണ്ടത്, അനാട്ടമിക്കലി എന്തൊക്കെയാണോ അതിനകത്തുള്ളതെന്നുള്ള കാര്യം, അതായത് ഒരു ആർട്ടിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ കാണുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് പഠിക്കില്ല. ഇത് നന്നായിട്ട് വരയ്ക്കാൻ പറ്റണം എന്നുള്ളത് അത് മറ്റൊരു കാര്യമാണ്. അറിഞ്ഞിരിക്കുന്നതും വരയ്ക്കാൻ പറ്റുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സോ നന്നായിട്ടൊരു കണ്ണ് വരയ്ക്കാൻ അല്ലെങ്കിൽ എന്ത് വരയ്ക്കാനാണെങ്കിലും പഠിക്കണമെങ്കിൽ വേണ്ടത് പ്രാക്ടീസാണ്. ഓക്കെ, ഇപ്പോൾ ഒരു നമുക്കൊരു നോളജ് കിട്ടി, അതിനെ പ്രാക്ടീസ് ചെയ്ത് അതിനെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, so this is it. Practice well and see you next week.